ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ച്. 2025 ജൂൺ മാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് മിഥുനമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി ഈ ആഴ്ചത്തേത് നോക്കുമ്പോൾ മേടം രാശിയിൽ ശുക്രനും, മിഥുനം രാശിയിൽ ആദിത്യനും ബുധനും വ്യാഴവും, അതുപോലെ തന്നെ ചൊവ്വായും കേതുവും, ചിങ്ങം രാശിയിലും രാഹു, കുംഭം രാശിയിലും സ്ഥിതി ചെയ്യും. മീനത്തിൽ ശനി. അങ്ങനെ നോക്കുമ്പോൾ പക്ഷബലം പൊതുവെ കുറഞ്ഞു വരികയാണ് ഈ ആഴ്ച ചന്ദ്രന്. എന്നാലും സാമാന്യമായ പക്ഷബലം ഉണ്ടുതാൻ. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിരിക്കും. അപ്രതീക്ഷിതമായിട്ട് ചില കാര്യസാധ്യങ്ങൾ വന്നു ചേരുക. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പൊതുവെ നല്ലതാണ്. മറ്റ് ടെസ്റ്റുകൾ എഴുതുന്നവർക്കും നല്ലതാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വളരെ കൃത്യനിഷ്ഠ ആവശ്യമാണ്. അതുപോലെ തന്നെ പണം കയ്യിലുള്ളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാര്യം, തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരും. ഇളവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങിയ നക്ഷത്രക്കാര് ഈ ആഴ്ച പൊതുവെ ദൈവാധീനം ഉള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ല ഒരു ആഴ്ച, പൊതുവെ തൃപ്തികരമാണ്. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. തൊഴിൽ രംഗത്ത് വിജയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാ വിജയങ്ങളും വന്നു ചേരും. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അധ്യാപകർക്കായാലും മറ്റ് തൊഴിൽ സ്വന്തമായിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ പുരോഗതിയുള്ള ഒരു ആഴ്ചയാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായിരിക്കും. സന്തോഷകരമായ രീതിയിൽ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ദൈവാധീനമുള്ള കാലം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ ഒരു ആഴ്ചയാണ് വന്നു ചേരുക. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില നഷ്ടങ്ങളൊക്കെ സൂചകമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്ക് പുരോഗതികൾ വന്നു ചേരും. ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ബ്രോക്കറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. പൊതുവെ ബിസിനസ്സുകാർക്കും അനുകൂലമായിരിക്കുന്ന സമയം. കുടുംബപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്തുമൊക്കെ ഒരു ആനുകൂല്യം കിട്ടുന്ന ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം വന്നു ചേരുവാനും യോഗമുണ്ട്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആഴ്ച പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും. അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും സാമ്പത്തികം ഇറക്കി കൈകാര്യം ചെയ്യുന്നതും കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുന്നതും ഒന്നും അത്ര തൃപ്തികരമല്ല. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ആഴ്ച. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനം തൊഴിൽ പുരോഗതിയും അതുപോലെ തന്നെ കുടുംബത്ത് ഒരു വാഹനം വന്നു ചേരുന്നതിനൊക്കെയുള്ള യോഗമുള്ള ഒരു സമയമാണ്.
വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ആഴ്ച പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ആഴ്ച. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവിധ ദൈവാധീനവും ഉണ്ട്. കണ്ടകശിനിയൊക്കെ മാറി പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ്. എന്നിരുന്നാലും മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. എപ്പോഴും ഒരു മനോവിഷമം ഏതെങ്കിലും കാര്യത്തിൽ വന്നു വീഴാൻ സൂചനയുണ്ട്. അതുപോലെ തന്നെ അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ കൊള്ളുകയില്ലാത്ത കൂട്ടുകെട്ടൊക്കെ കൂടുകയോ എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നതും പ്രണയം വന്നു ചേരുവാനൊക്കെ സൂചനയുള്ളതും മാനാപമാനങ്ങൾക്കോ അവിഖ്യാതികൾക്കോ ദാമ്പത്യ തകർച്ചയ്ക്കോ ഒക്കെ സൂചനയുള്ളതിനാൽ ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രത ആവശ്യമാണ്. കുടുംബപരമായിട്ട് പൊതുവെ നല്ല കാലം. ഭൂമി വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. വിദേശത്ത് പോകുവാൻ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമായ ആഴ്ചയാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് പ്രായമായവർക്ക് കൊച്ചുകുട്ടികൾക്കുമൊക്കെ വളരെ സൂചകമാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുവാനും പഴകിയ ഭക്ഷണങ്ങളൊന്നും ഉപയോഗിക്കുവാനും പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായ അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് പ്രസംഗവുമായി ബന്ധപ്പെട്ടോ സംഗീതവുമായി ബന്ധപ്പെട്ടോ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് കലാകാരന്മാരായിരിക്കുന്നവർക്കൊക്കെ ഒരു പുരോഗതി വന്നു ചേരുവാൻ യോഗം. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും ഒക്കെ സഹായത്തിന് ഉണ്ടാകും. കുടുംബപരമായിട്ടും നല്ലത്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. സ്ഥിരമല്ലാത്ത ഡെയിലി വേജസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥിരപ്പെടുന്നതിന് യോഗമുള്ള ഒരു ആഴ്ചയാണ്. അതിന് മേലധികാരികളുടെ ഒരു അംഗീകാരവും സഹപ്രവർത്തകരുടെ ഒരു സഹകരണവും ഒക്കെ കിട്ടുന്ന ഒരു കാര്യം. പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഏറ്റവും പ്രധാനമായിട്ട് ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ വിജയങ്ങൾ വന്നു ചേരും. കലയുടെ ആവാന്തര വിഭാഗങ്ങളിൽ അനവധിയാണല്ലോ. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും സ്ഥാനക്കയറ്റവും വന്നു ചേരുവാൻ യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനോ മാനാപമാനങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ വളരെ ഐശ്വര്യപൂർണമായ കാലം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും വാഹന സംബന്ധമായിട്ടോ മറ്റ് കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പുരോഗതികൾ വന്നു ചേരുന്നതുമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. അതൊരു വലിയ ന്യൂനത തന്നെയാണ്. കൂടാതെ കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ദൈവാധീനമൊക്കെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അധിക സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അസമയത്തെ യാത്രകൾ ഒഴിവാക്കുക. ജലയാത്രകളും പാടില്ല. മാതാപിതാക്കൾക്കും പ്രായമായവർക്കും ഒക്കെ വളരെ ഐശ്വര്യസമ്പൂർണമായ കാലം. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്ത് വിജയങ്ങളൊക്കെ വന്നു ചേരും. പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതുമാണ്. മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ധനു രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനം ഉള്ള ഒരു ആഴ്ചയാണ്. പൊതുവെ കുടുംബജീവിതം സന്തോഷകരമായി. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ പുതുക്കി പണിയുന്നതിനോ
പുതിയ വാഹനം വന്നു ചേരുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. സഹോദരർ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, ദേഷ്യമൊക്കെ ഒഴിവാക്കുക, തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായ കാലം. അധിക കടബാധ്യതകൾ വന്നു ചേരാതിരിക്കുക, പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്നതും വലിയ ദീർഘകാലത്തേക്കുള്ള കരാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറവിഞ്ഞിരിക്കുന്ന സമയമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 6ാമിടത്ത് സ്ഥിതി ചെയ്യുന്നു. എന്നിരുന്നാലും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, കോടതി കയറുകയോ പോലീസ് സ്റ്റേഷൻ കയറുകയോ ഒക്കെ വിഷമിക്കുന്നവർക്ക് കേസുകളൊക്കെ ഒത്തുതീർപ്പാകുന്നതിന് യോഗമുണ്ട്. കടങ്ങൾ വീടുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സഹായം, ഒരിക്കലും സഹായിക്കില്ല എന്ന് വിചാരിച്ചവർ പോലും സഹായിക്കുന്ന ഒരു സഹായ മനസ്കതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കൂടാതെ തൊഴിൽപരമായ ഒരു അഭിവൃദ്ധി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവസരത്തിൽ വേണ്ട രീതിയിൽ ധൈര്യം പ്രകടിപ്പിക്കുക തന്നെ വേണം. പൊതുവെ ഒരു ധൈര്യക്കുറവ് ഈ ആഴ്ച സൂചകമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുവാനും വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന ആഴ്ച, ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതുമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂർട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. പൊതുവെ നല്ല ഒരു സമയം. പൊതുവെ ദേഷ്യം ഒഴിവാക്കുക, അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. സാമ്പത്തികമായ വരവ് കുറവായിരിക്കാം, എന്നിരുന്നാലും ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കണം. പിന്നെ കടങ്ങൾ വർദ്ധിക്കാതെ നോക്കണം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുകയും ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ ഒരു പരിധി കടക്കാതെ വളരെ ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ വർദ്ധിച്ച് ദാമ്പത്യ ജീവിതം കലുഷിതമാകുവാൻ വളരെ സൂചനയുള്ള ഒരു ആഴ്ചയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. എതിർലിംഗക്കാരും ഒക്കെ ആയിട്ടും ആവശ്യമില്ലാതെ ഫോൺ ചെയ്യുന്നതും ധനപരമായ കാര്യങ്ങളിലാണെങ്കിലും കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നത് വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും. എന്നിരുന്നാലും തൊഴിൽ അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് കൃത്യസമയത്ത് തന്നെ ജോലിക്ക് ഹാജരാകുകയും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണവും ഒക്കെ നേടിയെടുക്കുന്ന രീതിയിൽ നയവും കഴിവും ഒക്കെ തൊഴിൽ രംഗത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ച് കുടുംബത്തായാലും അത് ആവശ്യമാണ്. അല്ല എങ്കിൽ വളരെ മാനസിക ക്ലേശം, അതുപോലെ തന്നെ ധനനഷ്ടത്തിനും സൂചനയുണ്ട്. മീനം രാശിക്കാരായിരിക്കുന്ന പൂട്ടാതി 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ആഴ്ചയാണ്. 7ാം ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്നു. അധിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം, തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം, അലസത വർദ്ധിക്കുന്നതിനോ പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക വഴി സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. മറ്റുള്ളവരെ ഏൽപ്പിച്ച് വലിയ വൻ നഷ്ടങ്ങൾ വന്നു ചേർന്ന്, വലിയ ബാധ്യത വന്നു ചേർന്ന് കടത്തിലൊക്കെ പെട്ടുപോകുവാൻ സൂചനയുള്ളതിനാൽ തൊഴിൽ രംഗമായാലും സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും ഒക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ആ സമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കണം. ജലയാത്രകൾ പാടില്ല. പിന്നെ സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കൂടാതെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടോ ഒക്കെയുള്ള ജോലികൾ ചെയ്യുന്നവർ, പൊക്കത്തിലൊക്കെ കയറുന്നവര്, സാഹസികമായ ജോലികൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. കൂടാതെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വീട്ടമ്മമാരായിരിക്കുന്നവരെ, ഗ്യാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവര് വളരെയധികം ജാഗ്രത ആവശ്യമാണ്. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. സാമ്പത്തികം വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ പിടിച്ച് മാത്രമേ ചെലവാക്കാവൂ. 7ാം ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ ചികിത്സ തേടുകയും പരിഹാരങ്ങളൊക്കെ കാണുകയും ചെയ്യണം. പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ജീവിത പുരോഗതി വന്നു ചേരുവാൻ നല്ലതാണ്.
ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. വിവാഹ തടസ്സ കാര്യങ്ങളായാലും, പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും, ജാതകം എഴുതുന്ന കാര്യത്തിലായാലും, തൊഴിൽ തടസ്സം, മറ്റേത് കാര്യങ്ങൾക്കും ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് സൗകര്യം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.